ഹലോ. അപ്പോൾ ഇത് നിങ്ങൾ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ വെയിലത്ത് ഒരു യാത്ര പോയ എൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ബസ് ഈ സൈഡിലേക്ക് രാത്രി 7 മണിക്ക് വിടാം. 7 മണി കഴിഞ്ഞാൽ ഇരുട്ടാവും. ജന്തുക്കളൊക്കെ ഇറങ്ങും, പന്നി ആനിമൽസ് ഒക്കെ ഇറങ്ങും. പന്നികളായിരിക്കും. പന്നികളൊക്കെ പിന്നീട് പല പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ ബസ് സ്റ്റോപ്പ് ആയിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഇതാണ് സാരഥി നഗർ. ഇതാണ് സൂപ്പറാ. ഇവിടെ എത്ര പ്രാവശ്യം നടന്നേക്കണം. അതൊരു വണ്ടിയില്ലല്ലോ. ആ 2 വീലർ ഉണ്ടായിരുന്നു അല്ലേ? ഈ ഗേറ്റ് ആയിരുന്നു പണ്ടത്തെ വീട്. ഫ്ലാറ്റാണ് വീട്. ആ വീട് പൊളിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് കിട്ടി. അന്ന് നമ്മള് വന്നിട്ട് ഇവിടുന്ന് കൊറേ നേരം അവര് അപ്പൂപ്പ സംസാരിച്ചത് ഓർമ്മയില്ലേ? അപ്പൂപ്പ പണ്ടൊരു 2 നില വീടായിരുന്നു. വീട് അപ്പൂപ്പല്ലേ അത് കഴിഞ്ഞിട്ട് അമ്മ വന്നപ്പോ വേറെ വീട് കണ്ടുപിടിച്ചു. കുമരൻ വില്ലയാണ് അടയാളം പറയാൻ. കതിരവൻ നഗർ. കതിരവൻ നഗർ. ആൾക്കാരുണ്ടാവും. അമുദ ചേച്ചി ഉണ്ടാ? അത് അമേരിക്ക പോയാ. ഈ വീട് റൈറ്റ് സൈഡിൽ ഇത് കണ്ടില്ലേ? ഇതേടാ മുകളിലത്തെ വീട്. ഈ മുകളിലത്തെ ഗ്രില്ലില്ലേ? ഈ വീട് നമ്പർ 2. പർപ്പിൾ കളർ മതിലുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ബ്രാഹ്മിൻസിന്റെ വീടായിരുന്നു. ഓർമ്മയുണ്ടാ? ഒരു പൂജാരിയുടെ. ഇതാ നമ്മളെ ബാൽക്കണി. പഴയ വീട്. പുറത്തെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് അവിടെ ഒരു പാർക്കൊക്കെ വന്നു. മുമ്പ് അവിടെ ഒരു ഒഴിഞ്ഞാണ്. ഇവിടുന്ന് നമ്മൾ പതുക്കെ നടന്നിട്ട് ഇവിടുന്ന് പെരുങ്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ഓർമ്മയുണ്ടാ? ഇവിടുന്ന് നടന്ന പെരുങ്കുടി MRTS പോവാം. ഞാൻ ഈ ഫ്ലാറ്റില് അല്ല ഈ വീട്ടില് താമസിക്കുമ്പോ ജനലിൽ കൂടെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ നോക്കിയോളൂ. വലിയ ഫ്ലാറ്റേ. ഇവിടെ നിന്ന് നോക്കിയാ അത് കാണാണ്ടപ്പോ. ഇവിടെ എന്താ വീട് പൊളിച്ചു പണിയും. ഈ ഗ്രേ കളറാണ്. ഇതാണ് മൂർത്തി. ആ ഫ്ലാറ്റ് നോക്കടാ. ലാസ്റ്റ് ബാക്കിൽ കണ്ട വലിയ ഫ്ലാറ്റ്. ഫ്ലാറ്റിലേക്ക് നോക്കും. ഇതാണ് ആ വീട്. ഇവിടെ ആള് താമസം ഉണ്ടോ? ആ വണ്ടി കയറ്റാൻ ഭയങ്കര പാടായിരുന്നു. അന്തിക്കട എത്തറായി. ഒരു രമണി വന്നൂല അവിടെ. ഈ പേര് താമസിച്ചു. അപ്പൊ ആളെന്ത് ചെയ്തിട്ട് ഡെയിലി പോകുമ്പോ എന്നെ കാറിൽ കൊണ്ടാകും ഓഫീസിൽ. തിരിച്ചു വരുമ്പോഴും ഭക്ഷണമൊക്കെ എല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു. ഭക്ഷണമൊക്കെ
ഈ ലെഫ്റ്റ് എടുത്താലാണ് മെയിൻ വേളാച്ചേരി. അത് വേളച്ചേരി. അതാണ് ശരിക്കും വേളച്ചേരി. അന്നത്തെ കാലത്ത് വേളച്ചേരി എന്ന് പറഞ്ഞാൽ ഇതാണ് വേളച്ചേരി. അത് വേളച്ചേരി ഇല്ല. അപ്പം കേട്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ ചെറുതായിട്ടൊരു വിവരണം തരാം. വേറെ ഒന്നുമല്ല, ഞങ്ങൾ പണ്ട് ചെന്നൈയിൽ വന്നപ്പോൾ തൊട്ട് താമസിച്ചിട്ടുള്ള ആ ഏരിയ സ്ഥലങ്ങൾ ഒക്കെ അച്ഛന് കാണണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛനെ കൂട്ടിയിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലവും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഇവിടെ എന്താ ശ്രീയേട്ട വരാ ചൈതന്യ ടെക്നോ സ്കൂള്. സ്കൂളിന്റെ പിന്നിലായിരുന്നു നമ്മുടെ വീടില്ലേ പണ്ട്. ഈ വഴി കൂടി നമ്മൾ പോറ്, ആ ഫ്ലാറ്റിന്റെ സൈഡിലുള്ള വഴി കൂടെ മെയിൻ റോഡിൽ നിന്ന് അവിടുന്ന് മെട്രോയി മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ റോഡായിരുന്നു. ബാക്കിലൊരു ടോളായിരുന്നു. ടോള് കഴിഞ്ഞു ഇതോടെ എത്തി കഴിഞ്ഞാല് നമ്മള് ലെഫ്റ്റിലേക്ക് തിരികെ കവാടം കണ്ടു. തിരുമല നഗർ. ഇങ്ങനെ ഉള്ളിൽ കയറി ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. പിന്നെ ലെഫ്റ്റ് പോയ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഇങ്ങനെ ഭാരത് സ്കൂള്. അപ്പൊ എന്നെ മിഥുന് ഇവിടെ ചേർത്തുന്ന വിചാരിച്ച ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഭാരത് ദാസ് മെട്രിക്കുലേഷൻ. ഇവിടെ ലെഫ്റ്റ് വർഷ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന്റെ പേര് മാറ്റി. ഇപ്പൊ അതിന്റെ പേര് എന്താ? എന്താ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ആയിരുന്നു ഗോപിനാഥൻ ഡോക്ടറുടെ വീട്. ഏതായിരുന്നു? അല്ല, ഏത് ഫ്ലാറ്റ് ആയിരുന്നു അത്? കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ടോ മാറിയുണ്ടോ? ഈ ഫ്ലാറ്റ് ആയിരുന്നു. അല്ല, ഏതാണ്? അയ്യോ, ഈ ബിൽഡിംഗ് ഇതായിരുന്നു ഗോപിനാഥന്റെ. ഈ ബേക്കറി ഇപ്പോഴും ഉണ്ടോ അവിടെ? ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉള്ളത് ഇപ്പോഴും ഉണ്ട്. സെയിമാ. ജ്യൂസ് അതവിടെ തന്നെ ഉണ്ട്. പച്ചക്കറി കടയുണ്ട്, ജ്യൂസ് കട. മറ്റടുത്ത് കുമരനാണെങ്കിൽ ഇവിടെ ഫുള്ള് റാംസിന്റെ. മതി. എലിം നഗർ. നമ്മുടെ എലിം നഗറിലേക്ക് തിരിഞ്ഞു. ഇതാണ് അശ്വതിക്ക് ഫ്ലാറ്റ്. ഇത് ഹോസ്റ്റൽ അന്വേഷിച്ചിട്ട് ഇത് ഇവിടേക്ക് വന്നത്. ഈ റൈറ്റ് കൽപ്പതാരു. പണ്ടൊന്നും ഇതുപോലും ഇല്ല. സ്വിഗ്ഗി സൊമാറ്റോ ഈ വഴിക്ക് ഒരു മാറ്റവും ഇല്ല. അതേപോലെ പൂറ വഴിയാ. ആ കുമ്പ അവിടെ തന്നെ. അമല ഹോംസ്. ഹൈടെക് അമല ഹോംസ്. ആരാ ചോദിക്കുന്നത്? ആരോട് ചോദിക്കുന്നത്? ഞങ്ങള് നീ ഉണ്ടായിരുന്നില്ല. അപ്പോളോ
പണ്ട് നമ്മള് സ്ഥിരം ലൈഫ് ലൈൻ ഹോസ്പിറ്റലല്ലേ പോവാറ്. ലൈഫ് ലൈൻ മാറ്റി അപ്പോളോ ആക്കി. ഇതാ ഷാർജയാ. ട്രിപ്പും ഹോസ്പിറ്റല് ശരിക്കും പ്രോപ്പർ തിരുമംഗല തിരുമംഗല ആ ജംഗ്ഷൻ ഉണ്ട്. ഇത് മൊഗപ്പേർ ഈസ്റ്റ്. നമുക്ക് ഇവിടെയൊക്കെ നല്ല കൊന്നപ്പൂണ്ട്. ഇത് ഈ സ്ഥലം എനിക്കറിയാം. ഒരു ഇത് വന്നിട്ട് ആ ഫസ്റ്റ് ബിൽഡിംഗ് പള്ളിയുടെ ഓപ്പോസിറ്റ് ഞാൻ വന്നിട്ട്. നിങ്ങൾ വന്നിട്ടില്ല? ഞങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ട്യൂഷൻ സെന്റർ തന്നെ എത്തുന്ന ഇറക്കി കേട്ടോ. സ്പാർട്ടൻ നഗർ റെസ്റ്റോറന്റിന്റെ പേര്. ഒരു പള്ളിയുണ്ട്. മൾട്ടി ക്യൂസിൻ ഇതാണ്. എല്ലാം കിട്ടുന്നു. യേശുദാസൊക്കെ പാടാത്തോ? കാവേരി ഹോസ്പിറ്റൽ. കാവേരി മനോഹരമായി. ഇതാ മൂകാംബിക. ഇതായിരുന്നു പഴയ ഓഫീസ്. അന്ന് ഉച്ചയ്ക്ക് അച്ഛൻ ഇങ്ങനെ നടന്നു നേരെ ഇവിടെ ഈ സ്ഥലമൊക്കെ കാവേരി ഹോസ്പിറ്റലിൽ വാങ്ങിച്ചു. ഈ മൂലയിലൊരു സാംസോ ഉണ്ട്. അവിടെ സാംസോ എഴുതിയുണ്ട്. അവിടെയാണ് അച്ഛൻ അന്ന് ഉച്ചയ്ക്ക് ഊണ് വെച്ചത്. അന്ന് സാധാരണ കടയായിരുന്നു, ഇന്നിപ്പോ വലിയ കടയായി. അച്ഛൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ ചെന്നൈയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളും കൂടി കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗത്തേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു. അത് പാരീസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ കുട്ടികൾക്കൊരു ഡൗട്ട് വന്നു, അതെന്താ നമുക്ക് പാരീസ് എന്നൊരു പേര് വന്നതെന്നുള്ളത്. അവിടെ പാരീസിൻ്റെ ഷുഗർ ഫാക്ടറി ഉണ്ട്, അതുകൊണ്ടാണ് ശരിക്കും അവിടെ പാരീസ് എന്ന് പേര് വന്നത്. കുട്ടികൾക്ക് അറിയണ പാരീസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫൽ ടവർ ഉള്ള പാരീസാണ്. മുട്ടയും മിഠായി. ചൗക്കാർപേട്ട് എത്തണ പോലെ ഉണ്ട്. ഇതാണോ സ്ട്രീറ്റ്? ഇവിടെ എന്തായിരുന്നു അച്ഛാ? ഇവിടെ അച്ഛൻ വന്നിണ്ടാ? ഓർമ്മയുണ്ടോ? ആയിക്കോട്ട് വഴിക്ക് പോകും.
ഇടയിൽ ഒരു സ്ട്രീറ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ ശരിക്കും കാറൊന്നും അങ്ങനെ ഫുള്ളായിട്ട് പോകാൻ മാത്രമൊന്നും ഇപ്പം സ്ഥലമില്ല. ഫുള്ള് ഷോപ്സ് അല്ലേ പാരീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു, ആ ഒരു ആഗ്രഹം തീർത്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അന്ന് ഭയങ്കര ചൂടുള്ളൊരു ദിവസമായതുകൊണ്ട് അധികം നേരമൊന്നും നമുക്ക് നിർത്തിയിടാൻ പറ്റില്ലല്ലോ വണ്ടി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് എത്രത്തോളം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 1-2 ആൾക്കാർക്കെങ്കിലും ഇത് രസമായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.